السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لولا نزل هذا القرآن على رجل من القريتين عظيم. صدق الله مولانا العظيم. الكبر بطر الحق وغمط الناس. صدق رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت أناملي غيظا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعف عني. പ്രിയമുള്ളവരെ, അഹങ്കാരത്തിന്റെ നാശത്തെക്കുറിച്ചും വിനയത്തിന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ പല ആഴ്ചകളിലൂടെയുമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ മുസ്ലിമും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തൽ ഫർള് ഐനായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈമാൻ നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കാൻ, തഖ്വയോടെ ജീവിക്കാൻ സാധിക്കാൻ, നാം ചെയ്ത പുണ്യകർമ്മങ്ങൾ പരലോക അക്കൗണ്ടിൽ കേടുകൂടാതെ നിലനിൽക്കാൻ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകളെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ശ്രദ്ധിക്കുകയും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഹങ്കാരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശമാണെന്ന് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരാൾ എപ്പോഴാണ് അഹങ്കാരിയായി മാറുന്നത്? ഒരാൾ എപ്പോഴാണ് കിബിറനായി തീരുന്നത്? ഒരാൾ എപ്പോഴാണ് പിശാചിന്റെ അനുയായിയും പാർട്ടിക്കാരനുമായി മാറുന്നത്? 3 ധാരണകൾ മനസ്സിൽ കേറിക്കിടക്കുമ്പോഴാണ് ഒരാൾ അഹങ്കാരിയാകുന്നത്. 3 വിചാരങ്ങൾ, 3 ധാരണകൾ മനസ്സിൽ കേറിയാൽ ആ വ്യക്തി അഹങ്കാരിയാണ്. ഏതാണ് ഈ 3 വിചാരങ്ങൾ, 3 ധാരണകൾ ഏതാണ്? ഒന്ന്, എനിക്ക് മഹത്വമുണ്ട് എന്ന വിചാരം. എനിക്ക് മഹത്വമുണ്ട്, ഇതുകൊണ്ട് മാത്രം ഒരാൾ അഹങ്കാരിയാവില്ല. അതോടൊപ്പം 2 ചിന്തകൾ കൂടെ അതിലേക്ക് ചേരണം, അപ്പോഴാ അഹങ്കാരിയാകുക. ഒന്നെന്താണ്? എനിക്ക് മഹത്വമുണ്ട്, ഞാനൊരു മഹാനാ. ഭൂലോക മഹാനൊന്നും അല്ലെങ്കിലും എന്റെ കുടുംബത്തിലെ മഹാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പ്രദേശത്തെ മഹാൻ. എനിക്ക് മഹത്വമുണ്ട് എന്ന ചിന്ത മനസ്സിൽ കേറുന്നു. അതോടൊപ്പം മറ്റുള്ളവർക്കും മഹത്വമുണ്ട് എന്ന ചിന്തയുമുണ്ട്.
ഞാൻ മാത്രൊരു മഹാനും മറ്റുള്ളവരൊക്കെ അങ്ങനെയല്ല, മറ്റുള്ളവർക്കും മഹത്വമുണ്ട്. രണ്ടാമത്തെ ചിന്ത. അതോടൊപ്പം മറ്റുള്ളവരുടെ മഹത്വം എന്റെ മഹത്വത്തിന്റെ താഴെയാണ്. എന്റെ മഹത്വം മറ്റുള്ളവരുടെ മഹത്വത്തിന്റെ മീതയാണ്. ഈ മൂന്ന് ചിന്താഗതികൾ മിശ്രിതമായി ഇത് തമ്മിൽ ചേർന്ന വിധം ഏതൊരുവന്റെ മനസ്സിൽ കേറിയോ ആ വ്യക്തി അഹങ്കാരിയാണ്. എനിക്ക് മഹത്വമുണ്ട് എന്ന വിചാരം, മറ്റുള്ളവർക്ക് മഹത്വമുണ്ട് ശരി തന്നെ, പക്ഷേ എന്റെ മഹത്വത്തിന്റെ താഴെയാണ് അവരുടെ മഹത്വം, എനിക്കുള്ള മഹത്വം അവരുടെ മഹത്വത്തിന്റെ മീതയാണ്, മേലെയാണ്. ഈ മൂന്ന് ചിന്താഗതികൾ ഏതൊരുവന്റെ ഹൃദയത്തിലുണ്ടോ ആ വ്യക്തി അഹങ്കാരിയാണ്. ഈ മൂന്ന് ചിന്തി ഒരാളെ മനസ്സിൽ കയറിയാ പിന്നെ എന്താ അറിയാ അവസ്ഥ? ആ മനുഷ്യൻ മറ്റുള്ളവരെ പുച്ഛത്തോടെ നോക്കുള്ളൂ, തരം താഴ്ത്തിയിട്ടേ കാണൂ. അവരെ കൂടെ ഇരിക്കാനും അവരുമായി കൂട്ടുകൂടാനും പ്രയാസമായിരിക്കും. അവര് പറയുന്ന സത്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും എന്ന് മാത്രമല്ല, ഈ മനുഷ്യന്റെ ഹൃദയം ഉണ്ടല്ലോ, ഈ മൂന്ന് ചിന്താഗതി ഏതൊരാളെ ഹൃദയത്തിലുണ്ടോ ആ ഹൃദയത്തിലേക്ക് ഈമാൻ കേറൂല, ഹിക്മത്ത് കേറൂല, നന്മ കേറൂല. പാറക്കല്ല് പോലത്തെ ഹൃദയമെന്ന് സത്യനിഷേധികളുടെ ഹൃദയത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞല്ലോ. വഹിയകൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വാ. പാറക്കല്ല് പോലത്തെ ഹൃദയമാണ്, അല്ല പാറക്കല്ലിനേക്കാൾ കടുത്തുപോയ ഹൃദയമാണെന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അത് ഇങ്ങനത്തെ ആൾക്കാരെ ഹൃദയമാണ്. ഈ മൂന്ന് ചിന്ത, എനിക്ക് മഹത്വമുണ്ട് മറ്റുള്ളവർക്ക് മഹത്വം ഉണ്ടെങ്കിൽ തന്നെ അതെന്റെ മഹത്വത്തിന്റെ താഴെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ അഹങ്കാരികളാകുന്നു. ആ അഹങ്കാരികളുടെ ഹൃദയത്തിലേക്ക് ഒരു നന്മയും കേറൂല. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായി കാണാം, തീർച്ചയായിട്ടും കൃഷി വളരുന്നത്, ചെടികൾ മുളക്കുന്നത്, മരങ്ങൾ മുളച്ച് പൊങ്ങി വളരുന്നത് അതിനു പറ്റിയ മണ്ണിലാണ്, ചതുപ്പ് നിലത്താണ്, വളക്കൂറുള്ള മണ്ണിലാണ്. സൂര്യപ്രകാശം കിട്ടുന്ന വളക്കൂറുള്ള മണ്ണിലാണ് കൃഷി വളരുക. ഒരിക്കലും പാറപ്പുറത്ത് കൃഷി വളരുമോ? ഇല്ലല്ലോ. വരണ്ടുണങ്ങിയ ഭൂമിയിൽ, ജലാംശമില്ലാത്ത മണ്ണിൽ ഒരിക്കലും കൃഷി വളരുകയില്ല. അതിനു പറ്റിയ മണ്ണിലാണ് കൃഷി വളരുക. വകദാലികൽ ഖൽബു, ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ഹൃദയം. വിനയമുള്ള ഹൃദയത്തിലാണ് ഈമാൻ നിലനിൽക്കുന്നതും വളരുന്നതും, ഹിക്മത്ത് നിലനിൽക്കുന്നതും വളരുന്നതും, നന്മകൾ നിലനിൽക്കുന്നതും വളരുന്നതും. ഈസാ അലൈഹിസ്സലാം പറയാൻ, വിനയുള്ള കൽബിലാണ് ഈമാന് ക്ലച്ച് പിടിക്കുള്ളൂ, ഈമാന് മുളച്ചു പൊങ്ങുള്ളൂ. അല്ലേ? ഈമാനും ഹിക്മത്തും നന്മയും നിലനിൽക്കുന്നതും വളരുന്നതും വിനയമുള്ള താഴ്മയുള്ള ഒരു മുസൽമാന്റെ ഹൃദയത്തിൽ മാത്രമാകുന്നു. അതുകൊണ്ട് ബേസിക്കലായി, അടിസ്ഥാനപരമായി, പ്രഥമവും പ്രധാനവുമായി ഞാനും നിങ്ങളും വേണ്ടത് ഈ ഒരു ധാരണ മനസ്സിൽ നിന്ന് മാറ്റിയേ പറ്റൂ. ഇനിയിപ്പോ റമളാൻ വരികയാണ്, നമുക്ക് പുണ്യങ്ങൾക്ക് സീസൺ അല്ലാഹു ഒരുക്കി വെക്കുകയാണ്. ഇങ്ങനെ ഏതൊരു അനുഗ്രഹ രാവുകളാണെങ്കിലും ദിനങ്ങളാണെങ്കിലും ചാൻസുകളാണെങ്കിലും അതൊക്കെ ഉപയോഗപ്പെടാൻ ആദ്യം വേണ്ടത്, ആദ്യം എന്തിനും വേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകല്ലേ ചെയ്യുക, അല്ലേ? ആദ്യം ത്വഹാറത്താ വേണ്ടത്, ശുദ്ധി. ദേഹമാസകലം വിയർത്ത് നാറുന്ന അവസ്ഥയിലാണ് ഒന്ന് നിങ്ങൾ പുത്തൻ, നിങ്ങൾ അലക്കി തേച്ച ഡ്രസ് ഇട്ടത് അല്ലല്ലോ. ആദ്യം നിങ്ങൾ കുളിച്ചു, എന്നിട്ടാണ് ഈ ഇതിട്ടത്, അല്ലേ? ഇതുപോലെ ആദ്യം ഒരു കുളി, കൽബിന്റെ കുളി, കിബിറിൽ നിന്നൊരു കുളി, എന്നിട്ട് വേണം റമളാൻ അടുത്തണിയാൻ, എന്നിട്ട് വേണം നോമ്പ് എടുത്തണിയാൻ.
എന്നിട്ട് വേണം പുണ്യകർമ്മങ്ങൾ എടുത്തണിയാൻ. അപ്പോഴാണിത് കറക്റ്റാകുക. അല്ലെങ്കിൽ ആ വിയർത്ത അവസ്ഥയിൽ, ചളിയും ചേറുള്ള അവസ്ഥയിൽ നിങ്ങൾ ഡ്രസ്സിട്ട് വന്നാൽ ആ പുത്തൻ ഡ്രസ്സിന് ഒരു പ്രസക്തി ഇല്ലാതാവുമല്ലോ. ഇതുപോലെയാണ് അമലു സാലിഹാത്തുകളുടെ അവസ്ഥയും. ഇനി നമുക്ക് കിബിറിന്റെ 3 ഇനങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കിബിർ 3 ഐറ്റംസ് ഉണ്ട്, 3 തരത്തിലുണ്ട്. ഡോസ് കൂടിയതും മിഡിൽ അവസ്ഥയിലും ലോ അവസ്ഥയിലുള്ള 3 തരം കിബിർ. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന സൂക്കേടാണേ. 3 ഇനം അഹങ്കാരമുണ്ട്. ഒന്നാമത്തെ അഹങ്കാരം, അതാണ് ഏറ്റവും കൊടും കുറ്റമായ അഹങ്കാരം. കിബിറിന്റെ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയായ കിബിറാണത്. അതേതാ? അത്തകബ്ബുറു അലല്ലാഹി തആല. രാജാതിരാജനായ പടച്ച തമ്പുരാനായ അള്ളാഹുവിന്റെ നേരെ ഗർവ് നടിക്കുക, അള്ളാഹുവിനോട് കിബിറ് വെക്കുക, അള്ളാഹുവിന്റെ നേരെ അഹങ്കരിക്കുക. ഇതാണ് ഏറ്റവും അപകടം. ചരിത്രത്തിൽ കണ്ട ധിക്കാരികൾ, നമ്രൂദാകട്ടെ, ഫിർഔനാകട്ടെ, അവരുടെ പാർട്ടിക്കാരാകട്ടെ, അവരുടെ പതനത്തിന്റെ കാരണം അള്ളാഹുവിന്റെ നേരെ അഹങ്കാരം വെച്ചവരാണവർ. അല്ലേ? നമ്രൂദ് പറഞ്ഞു, അന റബ്ബുസ്സമായി, ആകാശത്തിന്റെ അധിപൻ ഞാനാണ്. പടച്ചവനെ വെല്ലുവിളിക്കുകയാണ്. ഫിർഔൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല. മൂസ പരിചയപ്പെടുത്തുന്ന ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ അയാൾ റബ്ബായിക്കോട്ടെ, അയാളും മീതക്കുള്ള, അയാളെക്കാൾ ഉയർന്ന റബ്ബ് ഞാനാണ് എന്ന്. മക്കാ മുശ്രിക്കുകളെ വിളിച്ചുകൊണ്ട് മുത്ത് റസൂൽ തൗഹീദ് പറഞ്ഞപ്പോൾ, വഇദാ ഖീല ലഹുമുസ്ജുദൂ ലിർറഹ്മാൻ, അവരോട് പറയപ്പെട്ടു, ഉസ്ജുദൂ ലിർറഹ്മാൻ, കാരുണ്യവാനായ തമ്പുരാന് നിങ്ങൾ സുജൂദ് ചെയ്യൂ, റഹ്മാനായ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, അവന്റെ മുന്നിൽ നിങ്ങൾ സാഷ്ടാംഗം നമിക്കുവീൻ, നിങ്ങൾ സുജൂദിൽ വീഴുവീൻ എന്നവരോട് പറയപ്പെട്ടപ്പോൾ, ഖാലു, അവർ തിരിച്ചു പറഞ്ഞത് എന്താ അറിയോ? വമർ റഹ്മാൻ. എന്ത് റഹ്മാൻ? അള്ളാന്റെ നേരെ അഹങ്കാരം. എന്ത് റഹ്മാൻ, എന്ത് കാരുണ്യവാൻ? അനസ്ജുദു ലിമാ തഅ്മുറുനാ, ഏ മുഹമ്മദേ, താങ്കൾ പറയുന്നതിനൊക്കെ സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾക്കൊരു പൈതൃകവും പാരമ്പര്യവും രീതിയുമുണ്ട്. ഒരു സദാചാരം ഈ മക്കൾക്ക് സുപരിചിതമാണ്. അതിൽ നിന്ന് മാറിക്കൊണ്ടൊരു റഹ്മാന് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് റഹ്മാൻ? അനസ്ജുദു ലിമാ തഅ്മുറുനാ, നീ പറയുന്നതിനൊക്കെ സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കിട്ടൂല. വസാദഹും നുഫൂറാ, സത്യത്തിലേക്കുള്ള ഈ ക്ഷണം, സത്യത്തിൽ നിന്നവരെ അകറ്റുകയാണുണ്ടായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ നേരെ ധിക്കാരം അത് ഇന്നുണ്ട്. എക്സ് മുസ്ലിങ്ങൾ, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകൾക്ക് സംഘടനയുള്ള, അവർക്ക് പ്രത്യേക പ്ലാറ്റ്ഫോമുള്ള, അവർക്ക് പ്രത്യേക മുദ്രാവാക്യമുള്ള, അവർക്ക് യൂട്യൂബിൽ ചാനലുകളുള്ള കാലഘട്ടമാണിത്. ഇത് മുസ്ലിമായ ഉമ്മായിലൂടെ ഉപ്പായിലൂടെ ജനിച്ചു വന്ന് മദ്രസയിൽ പഠിച്ചിട്ട് ഇസ്ലാം മതത്തിൽ നിന്ന് രാജിവെച്ച് സംഘടന ഉണ്ടാക്കി എക്സ് മുസ്ലിംസ് എന്നുള്ള അങ്ങനെയുള്ള ഒരു വിഭാഗം നമ്മുടെ നാട്ടില് വിലസുന്ന കാലമാണിത്. അവരെന്താ? അള്ളാഹുവിന്റെ മേൽ അഹങ്കാരം വെക്കുകയാണ്, അള്ളാഹിനെ ചോദ്യം ചെയ്യുക. അള്ളാഹുവിന് വെളിവില്ല, അള്ളാഹുവിന് വിവരമില്ല. ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത് ഭാഷാപരമായി വിവരമില്ലാത്ത നിലക്കാണ്. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് ഖുർആനിൽ. അക്കാലത്തെ സാഹിത്യ സാമ്രാട്ടുകളായ അറബികൾ ആരും ഉന്നയിക്കാത്ത, ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾ പോലും ഉന്നയിക്കാത്ത ആരോപണം ഇപ്പോ ഇവര് ഭാഷാപരമായി ഖുർആനിൽ തെറ്റുണ്ട്, ആശയപരമായി വൈരുദ്ധ്യമുണ്ട്, അള്ളാഹുവിന് വിവരമില്ല എന്നൊക്കെ പറയുന്ന പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്. നമ്മളാരും അത്തരം അശ്ലീലങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല, അത് അള്ളാഹു കൈകാര്യം ചെയ്തോളും.
അതല്ല പറഞ്ഞിട്ടുണ്ട്, وَمَن يَسْتَنْكِفْ عَنْ عِبَادَتِهِ وَيَسْتَكْبِرْ, ആരെങ്കിലും അല്ലാഹുവിന് വഴിപ്പെടുന്നത് നാണക്കേടായി തോന്നുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അല്ലാഹു പറഞ്ഞതിലേറെ വിവരം ഞങ്ങൾക്കാണെന്ന് ജൽപ്പിക്കുന്നവർ, ആ റബ്ബിനെ വഴിപ്പെടുന്നത് നാണക്കേടായി തോന്നുന്ന ആളുകൾ, വയസ്തക്ബിർ, എന്നിട്ട് ധിക്കാരം അഹങ്കാരം കാണിക്കുന്നവർ, ഫഇന്നഹു യഹ്ശുറുഹും ഇലൈഹി ജമീഅ, തീർച്ചയായിട്ടും അല്ലാഹു അവനിലേക്ക് അവരൊക്കെ പിടിച്ചുകൊണ്ടുപോകും ഒരു ദിവസം. അത് അല്ലാഹു നോക്കിക്കോളും. ലോകം കണ്ട ഈ അഹങ്കാരികളൊക്കെ അല്ലാഹു ഒരു കാലത്ത് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ഇന്നത്തെ അഹങ്കാരികൾ അല്ലാഹു പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. ഇനി മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചിലപ്പോ പള്ളിയിൽ തന്നെ വന്നിരിക്കുന്ന ചില ആളുകൾക്ക് അള്ളാന്റെ നേരെ ഒരു അഹങ്കാരം ഉണ്ടാവും. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ ആ സ്വത്ത് ഒരുക്കുന്നത് അത് അത്ര ഒരു ശാസ്ത്രീയായില്ല. ഏത്? ആ അനന്തരാവകാശ നിയമത്തിലെ ഈ ഒരു പാർട്ട് എന്നോട് ചില ഇമ്മിണി വലിയ ബുദ്ധിജീവികൾ, മുസ്ലിം നാമധാരികളായ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ആളുകള് ഈ റൂമിൽ വന്ന് കസേരയിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഇസ്ലാം അതൊക്കെ സത്യമൊക്കെ തന്നെ, പക്ഷേ അനന്തരാവകാശ നിയമം സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് ആ ഒരു പാർട്ട് അത്രയിട്ട് ശരിയായില്ല. എന്നുവെച്ചാൽ അള്ളാനേക്കാൾ എനിക്ക് വിവരമുണ്ട് എന്നല്ലേ ഇപ്പാ പറയണേ? അല്ലേ? അതല്ലേ ഇപ്പീ പറയണേ? അയാൾ പറഞ്ഞത് എന്തറിയോ? മകനിരിക്കെ മകന്റെ മക്കൾക്ക് സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ഡയറക്റ്റ് മക്കൾ ഉണ്ടായിരിക്കെ മക്കളോ മക്കളിലേക്ക് സ്വത്ത് നീങ്ങൂല എന്നുള്ളതൊരു പൊതു തത്വമാണ്, അനന്തരാവകാശ നിയമത്തിലെ പൊതു തത്വമാണ്. അപ്പൊ ഒരു വാപ്പ ഇരിക്കെ മൂത്ത മോൻ മരിക്കുന്നു, 3 മക്കളെ യതീമാക്കി മരിക്കുന്നു. ആ വാപ്പാക്ക് വേറെ 2 മക്കളുണ്ട്. പിന്നെ വാപ്പ മരിക്കുമ്പോ ഈ യതീം മക്കൾക്ക് നിശ്ചിത ഓഹരി ഇല്ല എന്ന് പറഞ്ഞ പടച്ചോൻ എന്തും കൂടി പറഞ്ഞു, ആ അനാഥ മക്കൾക്ക് നിങ്ങൾ റേഷൻ കൊടുത്ത് വിടാൻ പറ്റൂല. 3-1 4-1 പകുതിയെന്നോ റേഷൻ എന്ന് പറഞ്ഞ സംഭവം ആ യതീമക്കളെ കാര്യത്തിലില്ല. ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ഉത്തരവാദിത്തം അത് ബാക്കിയുള്ള കൊച്ചാപ്പ മൂത്താപ്പന്മാര് നോക്കിക്കൊള്ളണം. ഇത് നമ്മൾ അവഗണിക്കും. അത് കല്യാണം ഉണ്ടാവുമ്പോ നാട്ടുകാർ പിരിവിട്ട് വെങ്കൊച്ചിന്റെ എത്തിയൻകുട്ടിന്റെ കല്യാണം ഉണ്ടാവുമ്പോ കൊച്ചാപ്പ കൈയ്യൊടുക്കാൻ വരും. 10 പൈസ ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ അവൻ എന്തോരം കൊടുത്തു എന്ന് നോക്കിയിട്ട് ആ അളവ് ഇല്ല. ആ കൈയ്യൊടുക്കാൻ വരുന്ന കൊച്ചാപ്പാന്റെയും ബാക്കിക്കാരും ഉത്തരവാദിത്താണത്. അള്ളി റസൂലും പറഞ്ഞത് ഈ അനാഥ മക്കളുടെ ഫുൾ ഉത്തരവാദിത്തം ബാപ്പല്ലാത്തത് കൊണ്ട് ഈ കൊച്ചാപ്പ മൂത്താപ്പന്മാര് ഏറ്റെടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ല സ്വത്തും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ടെന്നല്ല. ഇതൊക്കെ ക്ലിയറാ. അള്ളാഹുവിന്റെ നിയമം കാലികമാണ്. നൂറ്റാണ്ടുകൾ മാറി മറിഞ്ഞു വന്നാലും അത് ശാസ്ത്രീയമാണ്, അത് പ്രായോഗികമാണ്. അതിലൊരു കുഴപ്പമില്ല. പിന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ കയ്യിലിരിപ്പോണ്ട് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ പോലത്തെ കയ്യിരിപ്പ് ചെയ്ത് അതിപ്പോ മരിച്ചുപോയ സ്ഥിതിക്ക് വാപ്പ ഇരിക്കാൻ മരിച്ചോ, സ്വത്തുണ്ടാവില്ലല്ലോ. പിന്നെ ആ മക്കളോ, അത് അവക്കട കുടുംബമുണ്ട്. ഏത്? ആ വിധവയായ പെണ്ണിന്റെ ആങ്ങളാര് നോക്കിക്കോളും. ഒരു ഉത്തരവാദിത്വം അവർക്കില്ല. അവര് ഓശാറായിട്ട് എന്തെങ്കിലും കൊടുത്താണ്ട് എന്നല്ലാതെ ഇതൊക്കെ നമ്മളെ കയ്യിരിപ്പോണ്ട് വരുന്ന പ്രശ്നമാണ്. അപ്പൊ മുസ്ലിമീങ്ങളായ നമ്മൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ 100% ദീനിൽ പ്രവേശിക്കണമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ 99% റെഡിയാണ്. ഒരു ചെറിയൊരു ബിന്ദുവില് വൈമനസ്യമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ നേരെയുള്ള കിബ്റാണ്, അഹങ്കാരമാണ്. അത് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും അപകടം ഏതാണ്? അല്ലാഹുവിന്റെ നേരെയുള്ള അഹങ്കാരം. ഇത് മുഴച്ച് നമ്മളിലൊന്നും കാണൂല, ഉള്ളിൽ കുറേശ്ശൊക്കെ ചിലപ്പോൾ നമുക്കും ഉണ്ടാവും. അതിനൊഴിവാകണം. 2 അത്തക്കബ്ബുറു അല റുസുലി, പ്രവാചകന്മാരുടെ നേരെയുള്ള അഹങ്കാരം. പ്രവാചകന്മാർക്കു ശേഷം അവരുടെ പ്രതിനിധികളും അനന്തരാവകാശികളുമായ ഖലീഫമാരുടെ നേരെയുള്ള അഹങ്കാരം. ഇതാണ് ഡോസിൽ 2ാമത്തെ കുറ്റം. നബിമാരുടെ നേരെ അഹങ്കാരം. അതെങ്ങനെ? എല്ലാ കാലത്തും നബിമാര് വന്നപ്പോ, ഖലീഫമാര് വന്നപ്പോ ശത്രുക്കൾ എന്താ പറഞ്ഞത്? നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ, അവരെ പിന്നാലെ എന്തിനാ നടക്കണേ?
അവർ സാധാരണ മനുഷ്യരല്ലേ? സാധാരണ മനുഷ്യന് വഴിപ്പെടുകയെ അയ്യയ്യേ നാണക്കേട്, നമ്മെപ്പോലത്തെ മനുഷ്യന്മാരെ വഴിപ്പെടേ? അത് പറ്റൂല. ഫിർഔനും കൂട്ടക്കാരും മൂസ അലൈഹിസ്സലാമും ഹാറൂൻ നബിയും കടന്നു വന്നപ്പോ അവരെന്താ ചോദിച്ചത്? അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ. പരിശുദ്ധ ഖുർആൻ എന്താ അവർ ചോദിച്ചത്? ഞങ്ങളെപ്പോലത്തെ രണ്ട് മനുഷ്യന്മാരെ വിശ്വസിക്കേ? ഏയ്, ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. നബിമാരൊക്കെ അവരുടെ ജനതയിലേക്ക് കടന്നു ചെന്ന് അവരെ സത്യത്തിലേക്ക് വിളിച്ചപ്പോ ധിക്കാരിക്കൂട്ടം, അഹങ്കാരിക്കൂട്ടം തിരിച്ചു പറഞ്ഞ വാക്കാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത്. ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ ഇപ്പൊ നിങ്ങളും? നിങ്ങളാണ് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുക, അത് നടക്കൂല. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന. എന്റെ മുന്നിലേക്ക് മരിച്ചു വരേണ്ടി വരും, കണ്ടുമുട്ടേണ്ടി വരും എന്നെ എന്ന വിചാരമില്ലാത്ത ആൾക്കാർ, മരിച്ച് എന്റെ മുന്നിൽ വന്ന് എന്നെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന പ്രതീക്ഷയില്ലാത്ത ആളുകൾ, അതിൽ വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ആളുകൾ, അവരെന്താ പറഞ്ഞത്? ലൗലാ ഉൻസില അലൈനൽ മലായിക ഔ നറാ റബ്ബന. എന്താ മലക്കുകളെ വിട്ടുകൂടെയെന്ന് ഈ മനുഷ്യന്മാരെന്തിനാ പറഞ്ഞയച്ചത് നബിയായിട്ട്? ഒരു വെറൈറ്റി വേണ്ടേ? ഈ അങ്ങാടി കൂടെ നടക്കുന്ന, ഈ അന്നം തിന്നുന്ന, പെണ്ണ് കെട്ടുന്ന, പിള്ളേരുണ്ടാകുന്ന നബിമാരോ? അതൊരു സുഖല്ലല്ലോ. എന്റെ മലക്കുകളെ ഇറക്കിക്കൂടെയിരുന്നോ? ഔ നറാ റബ്ബന, ഈ പറയുന്ന പടച്ചോനെന്ന് നേർക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ടാക്കി തന്നാ മതിയായിരുന്നല്ലോ. പിന്നെ ഇവിടെ വിശ്വാസം അവിശ്വാസം വരണേ? വെള്ളിയാഴ്ച സെൻട്രൽ മസ്ജിദിന്റെ മിഹ്റാബിന്റെ മുന്നിൽ വെച്ച് മൊയ്ലിയേര് വഴതറിയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതെത്ര വിശ്വാസം ഇതിനകത്ത്? അത് ബോധ്യല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞാൽ രണ്ടിനും ചാൻസ് ഉള്ളിടത്ത വിശ്വാസം എന്ന് പറയുന്ന സാധനം. ഔ നറാ റബ്ബന, ഞങ്ങളെ പടച്ചവനെ നേരിട്ട് കാണാൻ എന്താ പറ്റാത്തത്? ലഖദിസ്തക്ബറൂ ഫീ അൻഫുസിഹിം, അവർക്ക് പറ്റിയത് അവർ സ്വയം അഹങ്കരിക്കുകയാണ്. വഅതൗ ഉതുവൻ കബീറാ, അവർ കടുത്ത ധിക്കാരമാണ് കാണിക്കുന്നത് എന്നല്ലാഹു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിലെ കേമന്മാരായ ഖുറൈശി മൂപ്പന്മാരുടെ മുമ്പാകെ തൗഹീദ് പറഞ്ഞപ്പോ, സത്യത്തിലേക്ക് ആ ജനവിഭാഗത്തെ ക്ഷണിച്ചപ്പോ അവരുടെ പ്രതികരണവും ഇങ്ങനെ തന്നെ അഹങ്കാരം നടിച്ചു മുത്തുനബിക്കെതിരെ. വഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖർയതൈനി അളീം. സുഹ്റുഫ് സൂറത്ത് 31. എന്താ അവർ പറഞ്ഞത്? മക്കയിലെ ഖുറൈശി കൂട്ടം എന്താ പറഞ്ഞത്? ലൗലാ നുസ്സില ഹാദൽ ഖുർആനു, എന്തേ പടച്ചോൻ ഈ ഖുർആൻ ഇറക്കാൻ പാടില്ലായിരുന്നു? അലാ റജുലിൻ മിനൽ ഖർയതൈനി അളീം. ഇവിടെ രണ്ട് നാടുണ്ട് ഈ മൂക്കിന് താഴെ, ഒന്ന് മക്ക, ഒന്ന് തൊട്ടടുത്ത് ത്വായിഫ് ഉണ്ട്. ഈ ത്വായിഫ് മക്ക നഗരങ്ങളിലെ ഏതെങ്കിലും ഒരു കേമന്റെ മേൽ ഖുർആൻ ഇറക്കിക്കൂടെയിരുന്നോ? എന്തോരം കേമന്മാർ ഈ മക്ക മണ്ണിലുണ്ട്, ത്വായിഫിന്റെ മണ്ണിലുണ്ട്. പ്രഗത്ഭരായ VIP-കളുണ്ട്, മാന്യന്മാരുണ്ട്. അവരെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തേ ഈ ദൈവം ഗുലാമുൻ യതീം, ഒരു അനാഥനായ ചങ്ങാതിക്ക് ഖുർആൻ ഇറക്കി കൊടുത്തത്? അയ്യയ്യേ, ഗുലാമുൻ യതീം. ജനിക്കും മുമ്പ് ബാപ്പ പോയ, ബാല്യത്തിൽ തന്നെ ഉമ്മ പോയ, തീർത്തും അനാഥനായി സമൂഹത്തിൽ വളർന്ന ഒരു യത്തീമായ ചങ്ങാതിക്കാണോ ഖുർആൻ ഇറക്കി കൊടുക്കുക? അയ്യയ്യേ, ഇത് പറ്റൂല. വേണമെങ്കിൽ മക്കയിലോ തായിഫിലോ എമ്പാടും കേമന്മാരും മാന്യന്മാരുണ്ടായിരുന്നല്ലോ. ഈ ചങ്ങാതിക്ക് ഖുർആൻ ഇറങ്ങിയത് ഞങ്ങൾ അംഗീകരിക്കൂല. റസൂലിന്റെ മേൽ അഹങ്കരിച്ചു. അപ്പോഴാണ് അള്ളാഹ് അടുത്ത ആയത്തിറക്കിയത്, അഹും യഖ്സിമൂന റഹ്മത്ത് റബ്ബിക്
അള്ളാന്റെ ഔദാര്യവും അനുഗ്രഹവും ഓരി വെക്കുന്ന പണി ഇവരെ ഏറ്റെടുത്തോ? അത് യതീമിന് കൊടുക്കണോ, അല്ലാത്തവർക്ക് കൊടുക്കണോ, പ്രഗത്ഭന് കൊടുക്കണോ, പ്രസിദ്ധന് കൊടുക്കണോ, അപ്രസിദ്ധന് കൊടുക്കണോ? ഈ ആഭ്യന്തരം ഇവരാണോ ഓരി വെക്കണേ? അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. ആലോചിച്ചു നോക്കണം. ഫിറഔൻ ലഅനത്തുല്ലാഹിയുടെ മുന്നിൽ മൂസാ നബി ചെന്നിട്ട് പറയുകയുണ്ടായി, അല്ല രാജാവേ, പോറ്റുപിതാവേ, പോറ്റിയ വാപ്പയാണ് ആര്? ഫിറഔൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്. താങ്കൾ രാജാധികാരം ഒഴിയൊന്നും വേണ്ട, ഈ ഈജിപ്തിന്റെ മണ്ണിന്റെ ഭരണാധികാരി താങ്കളായിക്കോളൂ. പക്ഷേ ഞാൻ ദൈവദൂതനാണെന്നും ഞാൻ വിളിക്കുന്ന അള്ളാഹു സത്യമാണെന്നും അംഗീകരിച്ചാൽ മതി, നിങ്ങൾ രാജപദവി രാജിക്കൊന്നും വേണ്ട. അപ്പം മൂപ്പർക്കൊരു തോന്നല്, മേലെ ചളിയാകാതെ കുഴപ്പമില്ലാതെ പോകാലോ. ഇപ്പൊ ഒരു പ്രതിപക്ഷം ഉള്ളത് ഈ മൂസി ഇസ്രായേലുമാണ്. ആ പ്രതിപക്ഷത്തെ കൂടെ ചേർത്തിട്ടാണ് പോകുന്നത്, കുഴപ്പമില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അധികാരമാണ് ഇവിടെ പ്രശ്നം. ഇത് നല്ലൊരു ഓപ്ഷനാണല്ലോ. ഞാൻ രാജാവായി വാഴാം, മൂസായിലും അള്ളാഹുവിലും വിശ്വസിച്ചാൽ മതി എന്നാ പറയണേ, കുഴപ്പമില്ലല്ലോ. ഞാൻ മന്ത്രി ഹാമാനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. ഹാമാനെ വിളിച്ചു, ആഭ്യന്തരമന്ത്രി അന്നത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മൂസ ഇങ്ങനൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, ഇതെന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഉടനെ മന്ത്രിയായ ഉറ്റ തോഴനായ ഹാമാൻ ഫിറഔനോട് പറഞ്ഞതെന്താ അറിയോ? അന്ത റബ്ബുൻ തുഅബദ് ഫസിർ തഅബുദുൻ തഅബുദ്. അന്ത റബ്ബുൻ തുഅബദ്, ഇപ്പോൾ താങ്കൾ ആരാധ്യനായൊരു റബ്ബാണ്. ഈ നാട്ടിന് ആരാധ്യനായൊരു റബ്ബാണിപ്പോൾ. മൂസ പറഞ്ഞതനുസരിച്ച് വിശ്വസിച്ചാൽ ഫസിർ തഅബുദുൻ തഅബുദു, അപ്പൊ പിന്നെ ആരാധന നടത്തുന്ന ഒരു അടിമയായിട്ട് താങ്കൾ മാറും. അത് വേണ്ടല്ലോ. എന്നാ പിന്നെ വേണ്ടാന്ന് വെച്ചു. രണ്ടിനും നാശം, ഇടുത്തി പോലെ തലയിൽ നാശം വീണു ഈ അഹങ്കാരം കാരണത്താൽ. പ്രവാചകന്മാരെ മേലെ അഹങ്കാരം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അഹങ്കരിച്ചവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ചിലർ അഹങ്കാരം കാട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരാൾ ഫഅകല ബിശിമാലി, ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. മര്യാദകളെ റസൂലുള്ള പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഭക്ഷണ മര്യാദ, ഉറക്കു മര്യാദ, യാത്ര മര്യാദ, ഇതൊക്കെ ഇങ്ങനെ ക്രമമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഒരാൾ ഇടത് കൈകൊണ്ട് ആഹാരം കഴിച്ചപ്പോ മുത്ത് റസൂലിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ പറഞ്ഞു, കുൽ ബിയമീനിക്, ചങ്ങാതി വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൂ. ആ സമയത്ത് അയാൾ എന്താ പറഞ്ഞത്? ലാ അസ്തതിഉ, എനിക്കതിന് പറ്റൂല. എന്നുവെച്ചാൽ മൂപ്പർക്ക് ചിരിയ അഹങ്കാരം. വലത് കൈയുമ്പോ മുറിയോ വൃണോ തടസ്സമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാ അസ്തതിഉ, എനിക്കതിന് പറ്റൂല എന്നും പറഞ്ഞിട്ട് ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തതഅത, നിനക്കതിന് കഴിയാതിരിക്കട്ടെ. കാരണം കിബിറാണ് ഈ ധിക്കാരം പറയിപ്പിച്ചത്. ഞാൻ നല്ല ഒരു ഉപദേശം കൊടുത്തപ്പോ അത് തള്ളിക്കളഞ്ഞത് അയാളുടെ മനസ്സിലുള്ള അഹങ്കാരമാണ്. അതുകൊണ്ട് അയാൾക്കതിന് കഴിയാതിരിക്കട്ടെ. ആ മനുഷ്യൻ മരിക്കുന്നത് വരെ പിറകെ വലത് കൈ തിന്നാനും കുടിക്കാനും ഉയർന്നിട്ടില്ല എന്നതാണ് ചരിത്രം. ഇത് ചരിത്രം മാത്രമല്ല, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. മരിക്കുന്നത് വരെ പിന്നെ ആ കൈ എന്തായില്ല, വലത് കൈ പൊങ്ങിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേലിലുള്ള അഹങ്കാരം. ഞാനിപ്പോൾ ഒരു ഹദീസ് വഴലറിഞ്ഞാല്, സ്വഹീഹായ ഒരു ഹദീസ് ഞാൻ വഴല് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോ പുറത്ത് വിമർശനം, മുസ്ലിയാർ ആ പറഞ്ഞത് ശരിയായില്ല, ഞാനെന്താ നാട്ടിൽ നിന്ന് ബാഗിലിട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇത് റസൂലിന് നേരെയുള്ള കൊഞ്ഞണം കുത്തലും അഹങ്കാരവുമാണ്. അത്തരത്തിലുള്ള ആളുകളുടെ നാക്ക് കുഴയുന്നത് സൂക്ഷിക്കണം. ഞാൻ ഗൗരവത്തോടെ പറയാൻ, നാവ് കുഴയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ സ്ട്രോക്ക്, ചെറുത് ഒരു 5% അടിച്ചാൽ മതി, പിന്നെ നാക്കുണ്ടാവില്ല, കയ്യും കാലും ഒരു സൈഡും ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ പടച്ചവന് എളുപ്പമുണ്ട് കൂട്ടരെ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരാള് കല്യാണത്തിന് പോകാൻ വേണ്ടി കുളിച്ച ഡ്രസ്സ് മാറുമ്പോ ഒരു സൈഡ് അങ്ങോട്ട് പോയി. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ പല കാരണങ്ങളാൽ വരും, പരീക്ഷണമായിട്ട് വരും, ശിക്ഷയായിട്ട് വരും. കുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചോളൂ മാന്യായിട്ട് പറഞ്ഞപ്പോ എനിക്കതിന് കഴിയൂല. എന്നാ കഴിയാതിരിക്കട്ടെ. കഴിഞ്ഞില്ല, പിന്നെ മരണം വരെ കഴിഞ്ഞില്ല. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഗൗരവമുള്ളതാണ്. ഇപ്പൊ 2 തരം അഹങ്കാരം പറഞ്ഞു. ഇനി 3ാമത്തെ അഹങ്കാരാണ് ഏത്? അത്തക്കബ്ബുറു അലൽ ഇബാദ്, അടിമകളുടെ നേരെ അഹങ്കാരം. 1 അള്ളാന്റെ നേരെ, 2 ദൈവദൂതന്മാരുടെ നേരെ, 3 അള്ളാന്റെ സൃഷ്ടികളായ പടപ്പുകളുടെ നേരെ. ഇത് ഡോസിൽ താഴെയാണെങ്കിൽ ഇതും ഗൗരവമാണ്. കാരണം അഹങ്കാരം, ഈഗോ എന്നത് രാജാതിരാജനായ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവന്റെ ആഭ്യന്തരത്തിൽ കൈകടത്തിയാൽ, അവന്റെ ഒരു വസ്ത്രം എടുത്തണിഞ്ഞാൽ, ഏതുപോലെ രാജാവിന്റെ കിരീടം ഒരു പ്രജ അകത്ത് കയറി കയ്യിലെടുത്ത് തലയിലിട്ട് രാജാവിന്റെ സിംഹാസനത്തിൽ ഒരാൾ കയറിയിരുന്നാൽ എന്തായിരിക്കും ആ ചങ്ങാതിന്റെ അവസ്ഥ? പ്രധാനമന്ത്രിന്റെ വസതിയുടെ അടുത്തെത്താൻ പറ്റൂല. നമുക്ക് പറ്റുമോ? മുഖ്യമന്ത്രിന്റെ കൂടെ ഒരാളെ ഫോട്ടോ കണ്ടിട്ടാണ് ഇപ്പൊ പത്രക്കാരൊക്കെ എടുത്തിട്ട് കൊടയുന്നത് മുഖ്യമന്ത്രിയെ. എങ്ങനെ ഇയാൾ ഈ ഫോട്ടോത്തിൽ കയറി? അത്ര സുരക്ഷിതമായ മേഖലയാണ്. അള്ളാഹുവിന്റെ ആഭ്യന്തരമാണ്, അവന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്ത്? അൽ കിബ്റു, ഈഗോ എന്നത് റബ്ബിന് മാത്രം. ഞാനടാ ഞാൻ, ഇത് അല്ലാഹ്ക്കേ പറ്റുള്ളൂ. ദുർബലനായ നിസ്സഹായനായ മനുഷ്യൻ ആ മേലങ്കി എടുത്തണിഞ്ഞാൽ രാജാവിന്റെ കിരീടം തട്ടിപ്പറിച്ച് തലയിൽ വെച്ച് സിംഹാസനത്തിലിരുന്ന പ്രജയ്ക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുക? അതിനേക്കാൾ കടുത്ത ശിക്ഷ അള്ളാഹുവിൽ നിന്ന് കിട്ടും. 2ാമത്തേത്, ഈ അഹങ്കാരമുള്ള മനുഷ്യൻ ഒരിക്കലും സത്യം അംഗീകരിക്കൂല. നീ മുസ്ലിയാർ പറഞ്ഞാലും ശരി, ഞാൻ എടുത്ത തീരുമാനം അവിടെ തന്നെ ഇളകൂല. നേരംഗീകരിക്കൂല, വസ്തുത അംഗീകരിക്കില്ല, പരമാർത്ഥങ്ങളെ തള്ളിക്കളയും അഹങ്കാരിയായ മനുഷ്യൻ. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു അഹങ്കാരിയുടെ ലക്ഷണം എന്തറിയോ? സ്നേഹത്തോടുകൂടെ ഉപദേശിക്കാൻ ചെന്നാൽ അയാൾ പറയും, അലൈക നഫ്സക്, നീ നിന്റെ ട്രൗസർ ഇട്ടോ. അലൈക നഫ്സക്, നീ നിന്റെ പണി വയ്ക്കോ. ഒന്നും കൂടെ അങ്ങനെ പറയല്ലേ, എന്റെ കബറിലോട്ട് ഞാനല്ലേ പോവാ, എന്റെ കബറിലോട്ട് നീ വരൂലല്ലോ. ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഡയലോഗാ. അയാളൊരു ഉപദേശിക്കാൻ വന്നേക്കണേ, എന്റെ കബറിലേക്ക് ഞാനല്ലേ പോവാൻ. ഇത് കിബിറിന്റെ ലക്ഷണം. അള്ളാഹുവിന്റെ അടിമകൾക്ക് നേരെ, അവർ പാവങ്ങളായിക്കോട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടിയ പ്രിയപ്പെട്ട സ്വഹാബാക്കളിൽ മഹാഭൂരിഭാഗവും പാവങ്ങളും ഉണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, അർദ്ധനഗ്നരായി ജീവിച്ചവർ, മര്യാദക്ക് പശി അകറ്റാൻ ഭക്ഷണമില്ലാത്ത ആളുകൾ, ഒരു നിക്ഷേപവും ഒരു സമ്പാദ്യവുമില്ലാത്ത പരമദരിദ്രരായ സ്വഹാബാക്കൾ. ഇവർ റസൂലുള്ളാന്റെ ഓരം പറ്റിയിരുന്നു. പച്ചപ്പാവങ്ങൾ. ഇങ്ങനെ തുണി എടുത്തിരുന്നത്, തുണിയുടെ 2 തുമ്പെടുത്തിട്ട് തോള് കെട്ടുക, അങ്ങനെ മുണ്ടെടുക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ലിബാസിനെ കുറിച്ച് ഹദീസിലൊക്കെ കാണാം. അർദ്ധനഗ്നരായ പാവപ്പെട്ടവരായിരുന്നു അവര്. അപ്പൊ കേമന്മാരായ കുറച്ചാൾക്കാര്, മക്കാര്, അവർക്ക് ആഗ്രഹമുണ്ട് ഈ ചങ്ങാതി പറയുന്നൊന്ന് കേട്ടു നോക്കാം, ഖുർആൻ തരക്കടില്ല കേൾക്കാൻ, ഒന്ന് പോയി നോക്കാം. അവരിങ്ങനെ ചെന്ന് വാതിൽക്ക നോക്കുമ്പോ അങ്ങോട്ട് പോകാൻ പറ്റൂല. അവര് പറഞ്ഞു, യാ മുഹമ്മദ് കൈഫ നജ്ലിസു ഇലൈക വ ഇൻദക ഹൗലൈ, എങ്ങനെ മുഹമ്മദ് നിന്റെ അടുത്ത് ഞങ്ങൾ വന്നിരിക്കുക? ഏത് നേരം നോക്കിയാലും 10 പൈസക്ക് ഗതിയില്ലാത്ത ഈ പട്ടിണി പാവങ്ങളും ഈ 3rd ക്ലാസ് മെമ്പേഴ്സും ഈ ലോ ക്ലാസ് മെമ്പേഴ്സും അല്ലേ ഈ ചാരത്ത്? ഞങ്ങളെപ്പോലത്തെ സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് എങ്ങനെ അവിടെ വന്നിരിക്കാൻ പറ്റുക? അവരൊന്ന് പിടിച്ച് പുറത്താക്കിയാൽ നമുക്ക് ആലോചിക്കാം. ആര്? മക്കയിലെ കേമന്മാരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കും വിശ്വസിക്കണം എന്നുണ്ട്, ഞങ്ങൾക്കും ഖുർആൻ കേൾക്കണം പഠിക്കണം എന്നുമുണ്ട്, പക്ഷേ ഞങ്ങളുടെ നിലവാരത്തിന് പറ്റിയ ആൾക്കാരല്ല എപ്പോഴും താങ്കളുടെ കൂടെ ഉള്ളത്. എങ്ങനെയുണ്ട്? അപ്പോഴാണ് സൂറത്ത് അൻആമിന്റെ 52ാമത്തെ ആയത്തിറങ്ങുന്നത്. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه. നബിയെ, ഈ അഹങ്കാരികളായ ആളുകൾക്ക് വേണ്ടി, നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനിവാര്യമാണ്. നബിക്ക് കേമന്മാരും വേണം, പാവങ്ങളും വേണം. അവർക്കും ഹിദായത്ത് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം നബിക്ക് ഉണ്ടാവില്ലേ? ഇവര് കാരണം അവർ ഒഴിഞ്ഞു പോകുന്നത് വിഷമം, അവർക്ക് വേണ്ടി ഇവരെ ഇറക്കി വിടുന്നതും വിഷമം. അങ്ങനെയല്ല ഉണ്ടാവുക. മുസ്ലിയാരെ സംഗതി അവിടെ റൂമിൽ വന്ന് മതവിരി ചോദിക്കാൻ, അവിടെ ഞാൻ നോക്കുമ്പോ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരാൾ ആ കസേരയില്. അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവും. ഇയാൾക്കും കയറി വരാനൊരു വഴി ഉണ്ടാകട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്.
അള്ളാന്റെ റസൂൽ പകച്ചു നിന്നപ്പോഴാണ് അള്ളാഹ് ഇറക്കി കൊടുക്കുന്നത്, നബിയെ ഈ ധിക്കാരി അഹങ്കാരികളുടെ ജൽപ്പനം കേട്ട് രാവിലെയും വൈകുന്നേരവും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമദരിദ്രരായ ആളുകളെ അങ്ങയുടെ സവിധത്തിൽ നിന്നും ഇറക്കി വിടരുതേ, വലാത്തതുറുദ്, അങ്ങ് ആട്ടിയോടിക്കരുതേ, ഈ പാവങ്ങളെ ആട്ടിയോടിക്കരുതേ. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ശൈ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈ. താങ്കളെ കണക്ക് അവരും നോക്കണ്ട, അവരെ കണക്ക് തങ്ങളും നോക്കണ്ട. തങ്ങളെ കണക്ക് അവരും നോക്കണ്ട, അവരെ കണക്ക് തങ്ങളും നോക്കണ്ട. കണക്കും നിലവാരും വെയിറ്റൊക്കെ അള്ളാഹ് നോക്കിക്കോളും. ആ കേമന്മാരായ മൂപ്പന്മാർക്ക് വേണ്ടി ഈ ദരിദ്രരായ പട്ടിണി പാവങ്ങളെ അങ്ങയുടെ സവിധത്തിൽ നിന്നിറക്കി വിട്ടാൽ നബിയേ ഫതകൂന മിനൽ ളാലിമീൻ, തങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. അള്ളാന്റെ താക്കീത്. അപ്പൊ ചേർത്ത് പിടിക്കേണ്ടത് ആരെയാണ്? പാവങ്ങൾ തന്നെയാണ്. ഇവര് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റി പറയാം, അവരാണ് പോയിക്കോട്ടെ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ പാവങ്ങൾ കാരണം അല്ലെ നിലവാരവും അഭിമാനമൊക്കെ അങ്ങനെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വരാൻ വൈമനസ്സുള്ളവര് അവരവരെ പാട്ടിന് പൊക്കോട്ടെ. ആ അഹങ്കാരികൾ അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്നല്ലാഹു. ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ 3 തരം അഹങ്കാരം: അള്ളാഹുവിന്റെ നേരെ, പ്രവാചകന്മാരുടെ നേരെ, ഖലീഫമാരുടെ നേരെ, അള്ളാഹുവിന്റെ അടിമകളുടെ നേരെ അഹങ്കാരം. ഈ അടിമകളുടെ നേരെയുള്ള അഹങ്കാരം ഇൻഡയറക്റ്റ് ആയിട്ട് അള്ളാന്റെ നേരെ തന്നെ വരിക. അതെങ്ങനെ? അത്തകബ്ബുറു അലൽ ഖൽഖി അളീമുൻ ലിഅന്നഹു സയദ്ഉഹു ഇല തകബ്ബുരി അലാ അംരില്ലാ. ഞാൻ ഇവിടെയുള്ള ഒരാളുടെ നേരെ ഞാനൊന്ന് അഹങ്കരിച്ചാൽ ആ അഹങ്കാരം അള്ളാന്റെ നേരെയാണ് അതിന്റെ കുന്തമന ചെല്ല. ഞാൻ ഈ മൈക്കിനെ കുറ്റം പറഞ്ഞാൽ, പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഞാൻ ഈ മൈക്കിനെ കുറ്റം പറഞ്ഞാൽ മൈക്കിനെന്താ അതുകൊണ്ട് പ്രശ്നം? ഇതിന്റെ കമ്പനിക്കാണ് അതിന്റെ പ്രശ്നം. ഇതിന്റെ മുന്നിൽ സജ്ജീകരിച്ചു വെച്ച കമ്മിറ്റിക്കാർക്കും കുറച്ചു കൊള്ളും. ഈ ഒരു എരപ്പ് മൈക്കും കൊണ്ടുവന്ന് വെച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കുഴപ്പമില്ല, ഇനി കുഴപ്പമുണ്ടെങ്കിലും പറയില്ല. ഒരു ഉദാഹരണത്തിന് പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിന് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതിവിടെ സജ്ജീകരിച്ച ആളുകൾക്കോ അതിന്റെ കമ്പനിക്കോ ആണ് ആ കുത്തു ചെല്ലുക. ഇവിടെ ഫക്കീറിനെ ഒരുക്കിയതാരാ? ഇവിടെ സമ്പന്നനെ ഒരുക്കിയതാരാ? ഇവിടെ അധികാരിയെ അവരോധിച്ചതാരാ? ഇവിടെ സാധാരണക്കാരനെ കൊണ്ടുവന്നതാരാ? അവർക്കൊക്കെ ചാൻസ് കൊടുത്ത് അവരൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരാ? ഞാനൊരു പാവത്തിന്റെ നേരെ കൊഞ്ഞണം കുത്തിയാൽ ആ കുത്ത് യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഉടമസ്ഥനായ റബ്ബിലേക്കാണ്. ഇതാണ് മഹാന്മാര് പറഞ്ഞത്. അത് ഒരാളെ നേരം കുതിര കയറാൻ നിൽക്കണ്ട, ഗർവ് നടിക്കാൻ നിൽക്കണ്ട. അത് അഹങ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കഠോരമായ കുറ്റമായ അത്തകബ്ബുറു അലല്ലാഹ്, അല്ലാഹുവിന്റെ നേരെ ഗർവ് നടിക്കുന്ന ആ മേഖലയിലേക്ക് ചെന്നെത്തും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.